ഗായ്സ്, വെൽക്കം ബാക്ക് ടു ATH ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഓർഗാനിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർഗാനിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള അതിൽ ഇൻ്റർമീഡിയറ്റിനെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഓർഗാനിക്കിൻ്റെ നട്ടലെന്ന് വിളിക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്, എഫക്ട്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിലെ പലതരം എഫക്റ്റുകൾ. നമുക്ക് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കാനും പല കാര്യങ്ങൾ പറയാനും മറ്റും നമ്മെ സഹായിക്കുന്ന ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞാൽ ഈ എഫക്ട്സ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. അധികം ഡയലോഗ് അടിച്ച് സമയം കളയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എഫക്ട്സ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. എത്ര തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, സെക്കൻഡ് റെസൊണൻസ് എഫക്റ്റ്, മൂന്നാമത്തത് ഇലക്ട്രോമെറിക് എഫക്റ്റ്, നാലാമത്തത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഈ ഓരോ എഫക്റ്റിലേക്കും നമുക്ക് കിടക്കാം. ഇൻഡക്റ്റീവ് എഫക്റ്റ്. Displacement of sigma electron towards more electronegative atom of sigma bond. Partial charges are developed, two types, plus I and minus I. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നമുക്കിത് നോക്കി നോക്കാം. അപ്പോൾ നോക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺ ടുവേർഡ്സ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് സിഗ്മ ബോണ്ട്. ഒന്നുമില്ല, ഞാനിവിടെ ഒരു CX എന്ന് പറഞ്ഞിട്ടുള്ള CCCCX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർബൺ സ്കെൽട്ടൺ വരച്ചിട്ടുണ്ട്. ഇതിൽ AX എന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെയധികം ഇലക്ട്രോനെഗറ്റീവ് ആവുകയാണെങ്കിൽ അത് CX ബോണ്ടിലെ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഈ Xൻ്റെ ഭാഗത്ത് ഒരു മൈനസ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഈ കാർബണിൻ്റെ ഭാഗത്ത് ഒരു ഡെൽ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ Xൽ നിന്നും ഈ കാർബൺ ചെയിനിൽ നിന്ന് അപ്പുറത്തേക്ക് അകലും തോറും ഈ എഫക്റ്റ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഡബിൾ ഡെൽറ്റ പ്ലസ് ആണ് ഉണ്ടാവുക. ഈ ഡബിൾ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അപ്പോൾ ഡബിൾ ഡെൽറ്റ പ്ലസ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വളരെ കുറവായിരിക്കും. അങ്ങനെ നമ്മൾ ഈ സീനിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ സ്ട്രെങ്ത്ത് വളരെയധികം കുറയുകയും ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുകയല്ലേ ചെയ്യുന്നത്, ചെയിനിൽ നിന്ന് ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുകയല്ലേ, സിഗ്മ ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുകയല്ലേ. അപ്പം ഒരു സാധനം നമ്മൾ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങിക്കുന്നത് എന്ന് പറയുന്നത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പം അതിനെ നമ്മൾക്ക് എന്താ പറയുക, മൈനസ് ഐ എഫക്റ്റ് എന്ന് പറയാം. ഇനി നമുക്ക് പ്ലസ് ഐ എഫക്റ്റിലേക്ക് കിടക്കാം. ഇവിടെ നോക്കുക, ഞാൻ അടുത്തൊരു സ്കെൽട്ടൺ വരച്ചിട്ടുണ്ട്, CCCCY എന്ന് പറയുന്നിട്ടുള്ളത്. ഈ Y എന്ന ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണെങ്കിൽ ഇവിടേക്ക് കാർബൺ ചെയിനിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയും ആ കാർബൺ ചെയിനിൽ നെഗറ്റീവ് ചാർജ് രൂപപ്പെടുകയും Yയിൽ പോസിറ്റീവ് ചാർജ്, ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് രൂപപ്പെടുകയും ചെയ്യുന്നു. അപ്പം ഈ എഫക്റ്റ് നമ്മൾ ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ല കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ എഫക്റ്റ് പ്ലസ് ഐ എഫക്റ്റ് എന്ന് പറയുന്നു. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് സിഗ്മ ബോണ്ട്. ഇവിടെ പാർഷ്യൽ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. രണ്ട് ടൈപ്പ് ഉണ്ട്, പ്ലസ് ഐ ആൻഡ് മൈനസ് ഐ. നമ്മൾ പ്ലസ് ഐനെ മൈനസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. രണ്ടാമത്തതാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, NO2 ഗ്രൂപ്പ്, CHO ഗ്രൂപ്പ്, ഇവയൊക്കെ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം മൈനസ് ഐ എഫക്റ്റ് എന്നാണ് ഇത് പറയുക. മൈനസ് ഐ എഫക്റ്റ് ഇൻക്രീസസ്, അസിഡിറ്റി ഇൻക്രീസസ്. ഈ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളോട് ചോദിക്കും, അസറ്റിക് ആസിഡിനാണോ ക്ലോറോ അസറ്റിക് ആസിഡിനാണോ ഏറ്റവും കൂടുതൽ ആസിഡ് സ്ട്രെങ്ത് എന്ന് നോക്കാം എന്ന് പറയും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഉത്തരം എങ്ങനെ എഴുതും? ഒന്നുമില്ല, മൈനസ് ഐ എഫക്റ്റ് പറഞ്ഞാൽ മതി. മൈനസ് ഐ എഫക്റ്റ് ഇൻക്രീസസ്, അസിഡിറ്റി ഇൻക്രീസസ്. ഇവിടെ ക്ലോറോ അസറ്റിക് ആസിഡിൽ ക്ലോറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ മൈനസ് ഐ എഫക്റ്റ് ഉണ്ടാകുന്നു. മൈനസ് ഐ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസിഡിറ്റിയും ഇൻക്രീസ് ചെയ്യും. ആ പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി, പരീക്ഷയ്ക്ക് നമുക്ക് കിട്ടും, മാർക്ക് കിട്ടും. അതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ പറയാം, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ പറയുന്നതിന് വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഈ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറയുന്നത് ടെർഷറി, സെക്കൻഡറി, പ്രൈമറി ആണ്. ഇവിടെ നോക്കുക, ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ടെർഷറി ആയിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ടെർഷറി ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഈ മൂന്ന് ഭാഗത്തും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഉള്ളത്. നമുക്കറിയാം, ഈ ആറാറ്റം എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ഈ ആറാറ്റം ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുകയും ചെയ്തു. നമുക്കറിയാം, ഈ പോസിറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രോൺ വിട്ടു കൊടുക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കുറയുക ചെയ്യാം. നമ്മളൊരു മോളിക്യൂൾ സ്റ്റേബിൾ ആണെന്ന് പറയുമ്പോൾ അതിനുള്ള ചാർജ് കുറഞ്ഞാൽ ആ മോളിക്യൂൾ സ്റ്റേബിൾ ആവും. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രോണെ വിട്ടുകൊടുക്കുക. ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ നടുവിലുള്ള പോസിറ്റീവ് ചാർജ് അത് ന്യൂട്രലായി പോകും. അങ്ങനെ മോളിക്യൂൾ എന്ന് പറയുന്നത് വളരെയധികം സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ 3 R ഗ്രൂപ്പ് ഉണ്ട്, പക്ഷേ ഇവിടേക്ക് കിടക്കുമ്പോൾ 2 R ഗ്രൂപ്പേ ഉള്ളൂ. മൂന്നാമത് എടുക്കുമ്പോൾ ഇവിടെ ഒരു R ഗ്രൂപ്പേ ഉള്ളൂ.
അപ്പം ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറയുന്നത് ടെർഷറി, സെക്കൻഡറി, പ്രൈമറി എന്നിങ്ങനെയാണ്. ഇനി നമുക്ക് റെസൊണൻസ് എഫക്റ്റിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളെ പറ്റി പറഞ്ഞിട്ട്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന് എക്സാമ്പിൾ എന്താണ്? ഒന്നുമില്ല, CH3 ഗ്രൂപ്പ് ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിന്, ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന ഗ്രൂപ്പിന് എക്സാമ്പിളാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് റെസൊണൻസ് എഫക്റ്റ് ആണ്. എന്താണ് റെസൊണൻസ് എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പൈ ഇലക്ട്രോൺസ് ഓർ ലോൺ പെയർ വിത്തിൻ ദ കോമ്പൗണ്ട്. Any group or atom donates or withdraw electron through resonance is called resonance effect. Intramolecular compound, 2 types +R and -R. ഒന്നുമില്ല, ഒരു ആറ്റമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുകയും ചെയ്ത് റെസൊണൻസ് കൂടെ അത് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്തരം എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ്. നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ അത് റെഡിയാവും, കുറച്ച് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ പറയാം ഇൻട്രാമോളിക്കുലാർ കോമ്പൗണ്ട് ഉണ്ട്, 2 types +R and -R. അവിടെ നോക്കുക, ഞാനിവിടെ -R എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. -R എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പറയാം ഇലക്ട്രോൺ പെയറിനെ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന്, ഇവിടെ നോക്കുക പൈ, ഇവിടെ ഒരു പെൻസിൽ റിംഗ് ഞാൻ വരച്ചിട്ടുണ്ട്, ഇതൊരു കോൺജുഗേറ്റഡ് സിസ്റ്റമാണ്. ഈ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്നും ഈ NO2 ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കുക ചെയ്യുന്നത്. അപ്പം ഒരാളിൽ നിന്ന് ഒരു സാധനം എടുക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അപ്പം ഈ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് -R എഫക്റ്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുക? ഈ NO2 ഗ്രൂപ്പ് ഈ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുകയാണ്. ദാറ്റ് ഈസ് -R ഗ്രൂപ്പ്. -R ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് ഈ NO2 ഗ്രൂപ്പ്. ഈ സ്ട്രക്ചർ നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. പിന്നുള്ളതാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസസ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ഇവിടെ നോക്കുക, ഇലക്ട്രോണെ പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ ഓർത്തോ പൊസിഷനിൽ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പാരാ പൊസിഷനിൽ ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുകയാണ്. ദറ്റ് ഈസ് -R എഫക്റ്റ്. ഇനി നമുക്ക് +R എഫക്റ്റിലേക്ക് കിടക്കാം. ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസസ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ NH2. ഇവിടെ നോക്കുക, ഈ NH2 ഗ്രൂപ്പിൽ NH2 ഒരു ലോൺ പെയർ ഉണ്ട്. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ചാടുന്നു. അതായത് നമ്മൾ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലേക്ക്, ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ പാർഷ്യലായിട്ടുള്ള നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസസ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. എക്സാമ്പിൾ NH2 ഗ്രൂപ്പാണ് +R എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പിന് എക്സാമ്പിൾ. അതുപോലെ തന്നെ OH ഗ്രൂപ്പും ഇതിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഇലക്ട്രോമെറിക് എഫക്റ്റിലേക്ക് കിടക്കാം. ഇലക്ട്രോമെറിക് എഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലസ്സും ഉണ്ട്, ഈ മൈനസും ഉണ്ട്. പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റും ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു C ഡബിൾ ബോണ്ട് ഈ ഒരു ആൽക്കീനിയാണ് വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ H+ എന്ന് പറഞ്ഞിട്ടുള്ള അറ്റാക്കിംഗ് റിയേജൻറ്റ് വരുമ്പോൾ ഈ ബോണ്ടിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കി ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കാർബൺ ആറ്റത്തിൻ്റെ ഭാഗത്തേക്ക് ഇലക്ട്രോണ് ഭാഗം ഇവിടെ ഒരു മൈനസ് ചാർജ്, ഈ കാർബൺ ആറ്റത്തിൻ്റെ ഈ ഭാഗത്ത് മൈനസ് ചാർജ് രൂപപ്പെടുകയും ചെയ്യും. അങ്ങനെ മൈനസ് ചാർജ് രൂപപ്പെടുമ്പോൾ ഈ പ്ലസ് ആയിട്ടുള്ള ഈ സാധനം ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ മൈനസ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇവിടെ നോക്കുക, എവിടേക്കാണോ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നത് ആ അറ്റത്തിലേക്കാണ് ഈ H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ പോസിറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നു. നമ്മൾ രണ്ടാമതിലേക്ക് കിടക്കാം, നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ് നമ്മൾ CN- ആണ് എന്ന ഈ CN- എന്ന് പറഞ്ഞിട്ടുള്ള അറ്റാക്കിംഗ് റിയേജൻറ്റ് ആൽക്കിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ചാടുന്നു. അതുവഴി ഇവിടെ ഒരു മൈനസ് ചാർജ് ചെയ്യപ്പെടും. പക്ഷേ CN- എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് സ്പീഷീസ് ആണ്. സോ ഇവിടെ അറ്റാച്ച് ചെയ്യില്ല. എവിടെയാണോ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആറ്റത്തിലാണ് ഇത് CN വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇനി നമ്മൾ പറയുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റിനെ കുറിച്ചാണ്. ഹൈപ്പർ കോൺജുഗേഷൻ ഇൻവോൾവ്സ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ത്രൂ ഓവർലാപ്പിംഗ് ഓഫ് p orbitals ഓഫ് ദ ഡബിൾ ബോണ്ട് വിത്ത് സിഗ്മ orbitals ഓഫ് ദ അഡ്ജസൻറ്റ് സിംഗിൾ ബോണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിഗ്മ പൈ കോൺജുഗേഷൻ ഓർ ബേക്കർ-നാഥൻ എഫക്റ്റ് ഓർ നോ ബോണ്ട് റെസൊണൻസ്. അപ്പം ഇത് കുറച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഇവിടുന്ന് പറഞ്ഞുതരാം. ഒരു ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് സംഭവിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്നുകിൽ ഒരു പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ ഒരു ഫ്രീ റാഡിക്കളോ അല്ലെങ്കിൽ ഒരു ഡബിൾ ബോണ്ടോ ഉണ്ടാവുമ്പോൾ നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റിനെ നോ ബോണ്ട് റെസൊണൻസ് എന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് C+CH3 CH3
CH3 എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ, അതൊരു ടെർച്ചറി ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ടെർച്ചറി കാർബോകാറ്റയോണിൻ്റെ 3 അറ്റത്തും CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ നോക്കുക, ഇതിലെ മെയിൻ കാർബൺ ആറ്റം എന്ന് പറയുന്നത് C+ ആണ്. സോ ഈ മെയിൻ കാർബൺ ആറ്റത്തിൻ്റെ അടുത്ത കാർബൺ, തൊട്ടടുത്തുള്ള നെയ്ബർ ആയിട്ടുള്ള കാർബൺ നമ്മൾ വിളിക്കുന്നവരാണ് ആൽഫ കാർബൺ. അപ്പോൾ ഇത് ആൽഫ കാർബൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആൽഫ കാർബൺ ഉണ്ട്, ഇവിടെ ഒരു ആൽഫ കാർബൺ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റിൽ സംഭവിക്കണമെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് വേണം. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. പിന്നെ ഒരു ആൽഫ ഹൈഡ്രജൻ വേണം. ഇവിടെ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് സംഭവിക്കുന്നു. ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം ഞാൻ പറയുന്നില്ല, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. കാരണം ഇത് ഇത് വീഡിയോ ലെങ്ത് കുറച്ച് കൂടി പോകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ സിഗ്മ ഇലക്ട്രോണ്, ഇവിടെ സിഗ്മ ഇലക്ട്രോൺ ഉണ്ട്. ഈ സിഗ്മ ഇലക്ട്രോൺ ഈ C+ലെ empty ആയിട്ടുള്ള 2p ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന വഴി, ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്ന വഴി ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഉണ്ടാകുന്നു. ഇതിൻ്റെ മെക്കാനിസം ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് നമുക്ക് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റും, ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം ഇത് ഞാൻ കുറച്ച് റഷ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. താങ്ക് യു.